കാസർഗോഡ് നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓഫ് ടു കാസർഗോഡ്. ഏകദേശം ഒരു 12:50 ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ബാക്കിൽ കയറാനാണ് പ്ലാൻ. ബാക്കിൽ 2 കോച്ച് URL ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ഇപ്പം തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള ട്രിപ്പാണ്. ഇപ്പോൾ സമയം എന്താണ്ട് 10 മണിയായിരിക്കുന്നു. അപ്പം ആ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇവിടെ ഇപ്പം എന്താണ്ട് ദേവദർശനമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഗായ്സ്, പുതിയ ട്രിപ്പാണ് ഗായ്സ്. കാസർഗോഡ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഇനാഗുറേഷന് പോകുന്നതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നോക്കാം ഗൈസ്. ഇവിടെ ഇപ്പം കാണാം ദേവദർശൻ ഇപ്പം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം നമുക്കപ്പം പോവാം. ഗൈസ്, ഇവിടെ ഇപ്പം കാസർഗോഡ്. എന്താണ് ഇപ്പൊ പേസ് കിട്ടിയതോ? ഇവിടുത്തെ പേസ് കാണുന്നില്ല ഗൈസ്. ഇവിടെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ? അപ്പം ഇതാണ് ഞാൻ അന്ന് ആ ഊട്ടി ട്രിപ്പിന്റെ ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു ഹോസ്റ്റലിന്റെ ടീത്ത് എന്ന് പറയുന്നത്. ഇവിടെ ആരുമില്ല ഗൈസ്. അന്ന് ഭയങ്കര ബഹളവും ഒച്ചയൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പം ആരുമില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചേർച്ച നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാം. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ പഠനക്കാട് ഒരു ഞങ്ങളുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഡേക്ക് വേണ്ടി ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. നാളെ വൈകിട്ടാണ് പരിപാടി. ഞങ്ങളിന്ന് വൈകിട്ട് രാത്രി 12 മണിയാണ് ഞങ്ങളിന്ന് ട്രെയിൻ കയറുന്നതായിരിക്കും. അങ്ങനെയാണ് ഗൈസ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളങ്ങനെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം എന്താണ്ട് സമയം 10:10 ട്രെയിൻ എന്ന് പറയുന്നത് 12:50. അപ്പം ഇപ്പോഴേ തൃശ്ശൂർ പോയി നിൽക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ്, നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം വണ്ടി വെക്കാനായിട്ട് ഉള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മച്ചിൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ദേവദർശൻ്റെ വണ്ടി ഈ സൈഡിലോട്ട് മാറ്റി വെക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വടക്കോട്ടുള്ള യാത്രയൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പം നോക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇവിടെ ഇപ്പം ഒരു ഫ്ലൈ ഓവർ പോലെ ഇത് സംഭവം വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറും സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതെടുത്ത് നോക്കിയാൽ കാണാം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കര ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓഫ് ടു കാസർഗോഡ്. എത്തിയിരിക്കുകയാണ്. നമ്മളപ്പം KSRTC ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അവിടെ വെച്ച് ഭയങ്കര ബസ്സൊന്നും കിട്ടിയില്ല കൈസ്. പിന്നെ അവസാനം ഈ ഒരു ബസ്സിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് കണ്ടോ കൈസ്, ഭയങ്കര തിരക്ക്. അപ്പം നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ പോകാം കൈസ്. നമ്മളപ്പം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ എനിക്ക് തോന്നുന്നു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. റോഡിലെല്ലാം ഒന്നും അത്രയും വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങളപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ 12:45 ഇപ്പം 11:15 ഉള്ളൂ. അതുകൊണ്ടൊരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണിച്ചു. ഇതേ ഗൈസ്, ഞാൻ നോക്കിയിട്ട് വലിയ തിരക്കില്ല. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് ട്രെയിനകത്തൊക്കെ നല്ല തിരക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. അറിഞ്ഞൂടാ. ഞങ്ങളിപ്പം ഇവിടുന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറാനാണ്, ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറാനാണ് പ്ലാന്. എന്താവുമെന്നൊരു പിടുത്തമില്ല. കാണാൻ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് അപ്പം എന്താവുമെന്നൊന്നും ഒരു പിടുത്തമില്ല ഗൈസ്. തിരക്ക് കാണുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ഏതോ ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ അപ്പം അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അവിടെ അതാണ്ട് വലിയൊരു ബോർഡിനകത്ത് എന്തൊക്കെയോ എഴുതി, ട്രെയിനിൻ്റെ ഓരോ ഇത് എഴുതി വരുന്നുണ്ട്. അപ്പം അകത്തോട്ട് എന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇത് കണ്ടോ, ക്യൂ ഒക്കെ കണ്ടോ, ഭയങ്കര തിരക്കാണ് ഗൈസ്. ഞങ്ങളപ്പം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്നുള്ള പ്ലാനാണ്. ഇപ്പം സമയം എന്താണ്ട് 11:30 ആയിരിക്കുന്നു. അപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് എന്തുവാ, ഇവിടുന്ന് 100 രൂപയാണ് നീലേശ്വരം വരെ. അപ്പം സമയം 11:30 ആയിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മുടെ പുറകെ നിൽക്കുന്നവർ എത്രയും പേര് ഉള്ളൊരു ഇതിലാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇത് കണ്ടോ, എന്താവുന്നൊരു പിടുത്തമില്ല. നിന്ന് പോകേണ്ടി വരുമോ ഇരുന്ന് പോകേണ്ടി വരുമോ എന്ന് നമുക്കപ്പോൾ കാണാം. എന്തായാലും നമുക്കപ്പോൾ കാണാം ഗായ്സ്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് കയറാൻ പോവുകയാണ്. ഇവിടെ ഇപ്പം സമയം 11:30 ആവാൻ പോകുന്നു. ഞങ്ങളുടെ വണ്ടി ഏകദേശം ഒരു 12:50 ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ ബാക്കിൽ കയറാനാണ് പ്ലാൻ. ബാക്കിൽ 2 കോച്ച് URലുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു 11 പേരുണ്ട്. 11 പ്ലസ് ഞങ്ങൾ ബോയ്സ് ഒരു 5 പേര്, പിന്നെ ഗേൾസ് 2 പേര് നേരത്തെ എത്തിയിട്ട് അവിടെ കാത്തിരിപ്പുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. നേരത്തെ അത് അപ്പുറത്താണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ എങ്ങനെ ആകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗുരുവായൂർ എക്സ്പ്രസ് കണ്ടു പോകുന്നു. ഇത് ആക്ച്വലി നമ്മുടെ ട്രെയിനല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിച്ചതാണ്. ഇത് ചെന്നൈക്ക് പോകുന്ന ട്രെയിൻ, ഗുരുവായൂർ വഴി ചെന്നൈ ഞാൻ തോന്നുന്നു ഗൈസ്. സമയം ഇപ്പം 1 മണിയാവുന്നു. ഇവിടെ ഇപ്പം ഇത്രയും തിരക്കാണ് ഇവിടെ ഇപ്പം കാണാൻ പറ്റുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പം ഏതാണ്ട് നിമിഷത്തിനകത്തേക്ക് വരുന്നതാണ്. ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാഴ്ചയോടെ ഇവിടെ താണ്ട ദേവദർശനമുണ്ട്. അപ്പം നോക്കാം. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ഇവിടെ കേൾക്കുന്നുണ്ട്. വണ്ടി വന്നു ഗൈസ്. ഗൈസ് ഞങ്ങളാണെങ്കിൽ ഈ ട്രെയിൻ ഇത് മാവേലി എക്സ്പ്രസ് ആണ്, മറ്റേ 12:50. അപ്പോൾ ഇതിനകത്താണ് ഒടുക്കത്തെടി എന്ന് വെച്ചാൽ ഒടുക്കത്തെടി. ഞങ്ങളിപ്പോൾ പോകുന്ന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമാണ്. അപ്പം ഭയങ്കര തിരക്കാണ് ഈ ട്രെയിനകത്ത്. ഞങ്ങൾ മറ്റേ ഇതിൻ്റെ റിസർവേഷനകത്ത് ഇത് ഒന്നുമില്ല, മൊത്തം ആൾക്കാരുടെ ബഹളമാണ് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീറ്റി ഓടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏതോ ഈ സ്ലീപ്പറിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. ഈ സ്ലീപ്പറിൽ നിന്ന് ഈ ഫ്രണ്ടിലൊക്കെ പോകുമെന്ന് അറിഞ്ഞൂടാ. ആൾക്കാരൊക്കെ ഇവിടെ സുഖമായിട്ട് ഇവിടെ തുറക്കുന്നുണ്ട്. പോയി ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. അതായിരുന്നു ഒരു ജനറലൊക്കെ വന്നടി. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു നടന്ന് സമയം പോകുന്നു. എന്തായാലും നോക്കാം ഗൈസ്. ഉറക്കം വന്നിട്ട് വയ്യതാണ്. നിങ്ങൾ സമയം 1:20. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കിയതാണ്. ദേവദർശനമുണ്ട്, ഷൈൻഷുണ്ട്, ഗൈസ്. എന്നാലും ഞാൻ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു വടക്കോട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നത്.
ഒരു നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. കാസർഗോഡ് വരെ നമുക്ക് എത്തണ്ട, പക്ഷെ അതിന് മുമ്പ് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. എന്തായാലും നമുക്കപ്പം നോക്കാം. പിന്നെ എല്ലാവരും മുന്നേ ഉറക്കമാണ് ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം നോക്കാം ഗൈസ്. സമയം ഇപ്പം 4 ആയിരിക്കുന്നു. നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്താണുള്ളത്. കോഴിക്കോട് നിന്ന് വണ്ടി എടുത്ത് ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ സ്ലീപ്പറിൽ നേരെ സെൻട്രലിലോട്ട് ചാടി. ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം ഇവിടെ ഭയങ്കര തിരക്കുന്നൊക്കെ ഭയങ്കര തിരക്ക്, ആൾക്കാരൊക്കെ നിൽക്കുകയൊക്കെയാണ്, ഞാനും നിൽക്കുകയാണ്. കണ്ണൂർ ഭാഗമൊക്കെ ആകുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഫൈനലി നമ്മൾ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സമയം ഇപ്പം 7 മണിയാവുന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. ഗൈസ്, നമ്മളിങ്ങനെ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇപ്പം നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് അഗ്രികൾച്ചർ കോളേജിലോട്ട് പോകാനായിട്ട്. ഗൈസ്, ഈ കാണുന്നതാണ് നീലേശ്വരം ടൗണ്. ഇവിടെ സമയം 7:10 ഇവിടെ തിരക്കൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കോളേജിലോട്ട്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞക്കാട്. അപ്പം അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കപ്പം അങ്ങോട്ടുള്ള യാത്രകൾ കാണാം. ഗൈസ്, ഇതാണ് നീലേശ്വരം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പം ബസ് നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമ്മൾ കോളേജ് ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞക്കാടിലേക്ക് പോകാനായിട്ട്. ഗൈസ്, കുറേ സമയത്തിന് ശേഷം നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ നേരെ അഗ്രികൾച്ചർ കോളേജിലോട്ട് പോകുന്നു. കോളേജ് ഓഫ് അഗ്രികൾച്ചർ പറഞ്ഞക്കാട്. ഫൈനലി നമ്മൾ അഗ്രികൾച്ചർ കോളേജിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, കുറേ സമയത്തിന് ശേഷം. ഇതാണ് കോളേജ്. ഇവിടെ ഭയങ്കരമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്നത് കാണാം. ചെടിയിലൊക്കെ ഓരോ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കപ്പം നേരെ അകത്തോട്ട് പോവാം. ഗൈസ്, ഇതാണ് കോളേജ്. ഇവിടെ നല്ലൊരു വലിയൊരു മരം കാണാം. പിന്നെ ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സമയം ഇപ്പം 7:45 ഗേൾസിനെ അവരുടെ ലേഡീസ് ഹോസ്റ്റലിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോളേജ് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്.
നമ്മളിപ്പം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഒന്ന് കുളിച്ച് ഫ്രഷായി. രാവിലെ ഞാൻ അതിൻ്റെ ഒരു ഇത് ബാക്കിയെന്ന് പറയുന്നത് കാണിച്ചില്ല. പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്ന് വെച്ച് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അതാണ്. പിന്നെ ഇപ്പോഴാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം നമുക്കപ്പം നേരെ പരിപാടിയിലോട്ട് പോകുന്ന ഇത് കാഴ്ച കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ആസ് യൂഷ്വൽ അവർ ഫ്രണ്ടിൽ നടന്നു പോകുന്നു, ഞാനിവിടെ ബാക്കിൽ വ്ലോഗ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്തായാലും നല്ലൊരു ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്, അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. ഇവിടെ പിന്നെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ രാവിലെ കാണിച്ചായിരുന്നു. ഇതാണ് കോളേജ്. ഈ ചെടിയൊക്കെ നട്ട് നിർത്തിയേക്കുന്നത് നല്ല ഭംഗി, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു വടക്കോട്ടുള്ളൊരു സ്ഥലത്തോട്ട് ഞാൻ വരുന്നത്. എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് അതിന്. അതുകൊണ്ട് അവർ പരിപാടികളൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ ഇപ്പോൾ പരിപാടിയിലോട്ട് പോവാം. അഭിമാനമായ ശ്രീ റയീസ് പി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അതിനുശേഷം അത് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അതിനുശേഷം പിന്നെ പങ്കെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പരിപാടി എന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഉദ്ഘാടന ചടങ്ങ്. അതും സ്വന്തം കോളേജിൽ ആ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ഭാഗ്യമായിട്ടും ഏറെ സന്തോഷം നൽകുന്നതുമാണ്. ഗൈസ്, നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടൊരു ബീച്ചുണ്ട്. അപ്പം നമ്മളപ്പം ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം സമയം 6:05 അടിപൊളി ബീച്ചാണ് ഗൈസ്. ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇതേ ഗൈസ്, ബീച്ച് കണ്ടോ? ഈ ബീച്ചിൻ്റെ പേര് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് ഇവിടെ തൊട്ടടുത്ത് ഉള്ള ബീച്ചെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടതാണ്. എന്തായാലും നല്ല സെറ്റ് സ്ഥലമാണ് ഗൈസ്. നല്ല തിരയൊക്കെ ഉണ്ട് ഗൈസ്. ഇത്തിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കപ്പം അവിടെ കാണാം ജസ്റ്റ് ബീച്ച് കണ്ടുകൊണ്ടിരിക്കാം. ഗൈസ്, സമയം 6:30 ഞങ്ങളപ്പം ഇവിടുന്ന് നേരെ ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. എല്ലാവരും ഉണ്ട് ഗൈസ്. അടിപൊളി ബീച്ച്. ഭയങ്കര മഴയുണ്ടായി. ഞാൻ വീണ്ടും പരിപാടിക്ക്
കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. താണ്ട് അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് നോക്കട്ടെ ഗൈസ്. ഇനി ബാൻഡൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ കാഴ്ചകളും കാണിച്ചു തരാം. നമ്മളിപ്പം ഇറങ്ങാൻ പോവാണ് ഗൈസ്. 11:15 അവിടെ ഇപ്പോഴും പാട്ടും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളപ്പം നേരത്തെ പോകാന്നൊക്കെ വെച്ച് അപ്പം നോക്കട്ടെ എങ്ങനെയാണ്
ഗൈസ് സമയം ഇപ്പോൾ 12 മണി ആയിരിക്കുന്നു. ഞങ്ങളിപ്പം നേരെ തിരിച്ച് പോകാനുള്ള ഒരു ഇതിലാണ്. തണ്ടവരെ തന്നെ ഇവിടെ ഉറങ്ങി തൂങ്ങിക്കുകയാണ്. ബൈ ഗൈസ്. സോ അവിടെ ഇപ്പോൾ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നാളെ രാവിലെ തൃശ്ശൂർ എത്തണം ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, 2 സൈഡും ഫുൾ അലങ്കരിച്ച് നല്ല സെറ്റാക്കി. ഓക്കെ, ടാറ്റ കോളേജ്. അങ്ങനെ പോവാണ്. ഇനി എപ്പോഴേലൊക്കെ കാണാം. ഇവിടെ വണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. അപ്പം അതിനകത്ത് കയറി നമുക്കിനി ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. എന്നിട്ട് ഇന്നലത്തെ കൂട്ട് തന്നെ 12:50 ട്രെയിൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇന്നലത്തെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടതല്ലേ. അയ്യോ, എന്താകുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഇന്ന് പോകേണ്ടി വരും മിക്കവാറും. ഹലോ ഗൈസ്, നമ്മൾ ബസ്സിലാണ് ഇരിക്കുന്നത്. വ്ലോഗ് എടുക്കുന്നത് അതിൽ പ്രഭാകറാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇപ്പത്തെ യൂണിവേഴ്സിറ്റി ഇറങ്ങി ഞങ്ങൾ റോക്കിംഗ് ആണ് ഫുള്ളും. എല്ലാരും ഉണ്ട് ഇപ്പൊ. അടിപൊളി പരിപാടിയായിരുന്നു. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിയാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. മാസ് ഈ ബസ്സിന്റെ അവസ്ഥയൊക്കെ ഉണ്ടോ? സാധാ ബസ് പോലെ ആയിപ്പോയി ഗൈസ്. ഇത് ലൈറ്റ് ഓഫ് ആയി. സിനിമ ഇടുവോ? ആ, സിനിമയൊന്നും ഇല്ല അപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 12:50 ആയിരിക്കുന്നു. ഇപ്പം നമ്മൾ നീലേശ്വരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 12:50 ട്രെയിന്. അപ്പം നമ്മൾ ട്രെയിൻ നോക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് 1 മണിയായിരിക്കുന്നു. അപ്പം ട്രെയിൻ വരുന്നു ഗൈസ്. ഇപ്പം നിൽക്കുന്നത് കണ്ണൂരാണ്. ഞങ്ങൾ നീലേശ്വരത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ട് ആ ഒരു വെസ്റ്റ് കോസ്റ്റ് അങ്ങനെ ഏതോ ട്രെയിനായിരുന്നു. അത് ഷൊർണൂർ വരെ പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് നേരെ ചെന്നൈക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതിൽ കയറിയില്ല. അപ്പം അതുകൊണ്ട് അതിൽ കയറിയിട്ട് കണ്ണൂർ ഇറങ്ങി. അപ്പോൾ കണ്ണൂർ ഇറങ്ങിയിട്ട് ഇവിടെ കണ്ണൂർ ടു ടി എക്സ്പ്രസ് ഒരു 5 മണിക്ക് കണ്ടുണ്ട്. ഇപ്പോൾ സമയം 2:30 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളിവിടെ ഓരോ ചായക്ക് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഈ ഗൈസ് ഒരു ചുമന്നയും ഒരു വെള്ള ട്രെയിൻ പോകുന്നുണ്ടോ. AC ട്രീറ്റ് ഭയങ്കര AC കോച്ചിനകത്തൊക്കെ കയറണം. ഇത്തിരി എക്സ്പെൻസീവ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം എപ്പോഴേലൊക്കെ പൈസ ആകുമ്പോൾ ഇതിനകത്തുനിന്ന് ചുമ്മാ ചെറിയ ദൂരം മതി ഒന്ന് അറിയാനല്ലോ എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള കാര്യം. ഇതിനകത്ത് കയറണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ എറണാകുളം നിസാമുദ്ദീൻ അവിടെ എല്ലാവരും ഓരോ സംഭവങ്ങൾ ഡേയ്സ് അതുപോലത്തെ ഇത് ഒക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ അപ്പുറത്തൊരു മെമു ട്രെയിൻ കിടക്കുന്നതാണ്. ഇവിടെ വേണ്ട ചികിത്സയുണ്ട്. ഭയങ്കര ഉറക്കം വന്നിരിക്കുകയെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ട്രെയിൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അത് പക്ഷേ 5 മണിക്ക് എടുക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞൂടാ.
ഇവിടെ തിരക്കും ഇല്ലെന്ന് തോന്നുന്നില്ല. സോ ഗൈസ്, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനും ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ തൃശ്ശൂരെത്തി ഗൈസ്. സമയം 10 മണിയായിരിക്കുന്നു. ഗൈസ്, നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബസ് സ്റ്റാൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് ഗൈസ് ഇവിടെ ഫുള്ള്. ഗൈസ്, നമ്മളങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലക്കാട് ബസ് കയറണം, എന്നാലേ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ്ട് ഇവിടെ പാലക്കാട് ബസ് കിടപ്പുണ്ട്, അപ്പം അതിനകത്തോട്ട് നമുക്ക് കയറാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എന്താണ് വീണ്ടും യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പം നല്ല യാത്രയായിരുന്നു ഗൈസ്. വീണ്ടും ബാക്ക് ടു യൂണിവേഴ്സിറ്റി. ഗൈസ്, വീഡിയോയുടെ എൻഡിങ് പറയാൻ പറ്റിയില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി വന്നിട്ട് നേരെ ഹോസ്റ്റലിൽ പോയി അങ്ങ് കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ വൈകിട്ടാണ് എണ്ണീറ്റ് പിന്നെ ഒരു ദോശയൊക്കെ കഴിച്ച് പിന്നെയാണ് സെറ്റായത്. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ആകെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ട്രെയിൻ യാത്രയായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിവതും ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബുക്ക് ചെയ്ത് പോവുക. ഞങ്ങൾ ബുക്ക് ചെയ്യാതെ പോയി ജനറലിൽ കയറി ഭയങ്കര ഇടിയാണ്. നിങ്ങൾ ആ വീഡിയോക്കകത്ത് കണ്ടിട്ടില്ലേ? എനിക്ക് അതൊരു മര്യാദയ്ക്ക് പറയാനും പറ്റിയില്ല. ആ സമയത്ത് വൻ എന്തോ TT ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വൻ ഓടിക്കലൊക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഭയങ്കര സീനായിരുന്നു. പിന്നെ അവിടുത്തെ ബാൻഡൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അവിടുത്തെ ബാൻഡ്. അവിടുത്തെ എല്ലാ പരിപാടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം എല്ലാവർക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. അപ്പം ബൈ.